ഉപ്പ ടാക്സി ഡ്രൈവറാണ്, എൻ്റെ ഉമ്മ വീട്ടുജോലിക്കൊക്കെ പോകുന്ന വ്യക്തിയായിരുന്നു. അപ്പോൾ വളരെ വളരെ സാധാരണപ്പെട്ട ഒരു വീട്ടിലാണ് ജനിച്ചത്. അപ്പോൾ ഞാൻ 10th കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ താഴത്തെ ക്ലാസ്സിലെ കുഞ്ഞു കുഞ്ഞു കുട്ടികൾക്ക് ഞാൻ ട്യൂഷൻ എടുത്ത് കൊടുക്കുമായിരുന്നു. ഒരു 4ാം ക്ലാസ് 5ാം ക്ലാസ് വരെയൊക്കെ ഞാൻ ട്യൂഷൻ എടുത്ത് കൊടുക്കും. അപ്പോൾ ട്യൂഷൻ ഫീസ് എനിക്ക് ആ ഒരു 200 രൂപ 300 രൂപ കിട്ടും. അത് കഴിഞ്ഞ് ഞാൻ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരു ടെക്സ്റ്റൈൽസ് ഷോപ്പിൽ ഞാൻ തുണി എടുത്തു കൊടുക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. ഒരു ഹോട്ടലിൽ കിച്ചണിൽ പാത്രം കഴുകാൻ വേണ്ടി ഞാൻ നിന്നിട്ടുണ്ട്. സീരിയസ്ലി ഞാൻ അത്രയ്ക്ക് വിഷമം വന്നിട്ടുണ്ട് എനിക്ക്. കാരണം എൻ്റെ പ്ലസ് ടു കഴിഞ്ഞ് എനിക്ക് ഉപരിപഠനത്തിൽ പഠിക്കാൻ വേണ്ടി ഡിപ്ലോമ കോഴ്സ് എടുത്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഹോട്ടലിൽ ജോലിക്കുന്നുണ്ട്. അവിടെ ജോലിക്ക് വേറെ ഒരു ജോലി ഇല്ല, അപ്പോൾ ഈ ജോലിയാണുള്ളത്. അപ്പോൾ ഓക്കെ, എനിക്ക് അന്ന് പണമായിരുന്നു ആവശ്യം. ഞാൻ അന്ന് അവിടെ വലിയൊരു സ്വാഗതേന്ത്യ എന്നായിരുന്നു ഹോട്ടലിൻ്റെ പേര്, വളാഞ്ചേരിയിലുള്ള. ആ ഹോട്ടലിൽ ഞാൻ പാത്രം കഴുകാൻ നിന്നിട്ടുണ്ട്, റൂംസ് ക്ലീൻ ചെയ്യാൻ നിന്നിട്ടുണ്ട്, തറ തുടക്കാൻ വേണ്ടി നിന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് കുറച്ച് ക്യാഷ് കിട്ടും. അപ്പോൾ ഞാനത് ഇങ്ങനെ കൂട്ടി വെക്കും. അത് കഴിഞ്ഞിട്ട് ഞാൻ പ്ലസ് ടുവിന് ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ, പ്ലസ് ടു കഴിഞ്ഞിട്ട് പിന്നെ ഡിപ്ലോമ കോഴ്സ് എടുക്കാൻ കോഴിക്കോട് സ്പാൻ ഹോട്ടലിൽ ഒരു ഹോട്ടലുണ്ട്, ജയിൽ റോഡിലുള്ള സ്പാൻ ഹോട്ടലിൽ ഞാൻ സർവീസിൽ നിന്നിട്ടുണ്ട്. ഇവിടെ എറണാകുളത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബോൾക്കാട്ടി പാലസിൽ ഞാൻ ക്ലീനിങ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഭയങ്കര പ്രൗഡാണ് എനിക്ക്. കാരണം നമ്മൾ ചെയ്യുന്ന ജോലി എന്നുള്ളതല്ലല്ലോ, നമ്മൾക്ക് അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്നുണ്ട്.